അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിലൊന്നായിട്ടുള്ള ഇസ്രാ മിറാജ് യാത്രകളെ സംബന്ധിച്ചാണ്. അതിൽ കഴിഞ്ഞ ഭാഗത്ത് 32ാമത്തെ ഭാഗത്ത് മിഅറാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വാനലോകങ്ങൾ പിന്നിട്ടതും അവിടെ വെച്ചുകൊണ്ട് നിരവധി പൂർവ്വകാല പ്രവാചകന്മാരെ കണ്ടതും, ശേഷം 7ാം വാനലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങൾ, ലഖദ് റഅ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, അള്ളാഹിന്റെ മഹത്തായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ ചിലത്, ബൈത്തുൽ മഅ്മൂർ, ആകാശലോകത്തുള്ള കഅബാലയം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന വാനലോകത്തുള്ള ആ മഹാവൃക്ഷം, അതിൻ്റെ സമീപത്തെത്തി അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തനത് സ്വരൂപം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ഒരു പോയിന്റിലെത്തിയ സന്ദർഭത്തിൽ, ആ സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന ആ പോയിന്റിലെത്തിയ സന്ദർഭത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം അത് ലോകത്തൊരു സൃഷ്ടിയും സയ്യിദുൽ മലായികയായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും പ്രവേശന അനുമതിയില്ലാത്ത ഭാഗമാണ്. അതായത് ലോകത്തുള്ള ഒരു സൃഷ്ടിയും ഇതുവരെ സഞ്ചരിച്ചെത്താത്ത ഒരു ഭാഗം. ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകാണ്. തഖദ്ദം യാ റസൂലുള്ളാഹ്. സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, സുമ്മ ഉരിജ ബി ഹത്താ ലഹറതു ലി മുസ്തവ അസ്മഉ ഫീഹി സ്വരീഫൽ അഖ്ലാം. പിന്നീട് ആ സിദ്റത്തുൽ മുൻതഹയുടെ ഭാഗത്തു നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തപ്പെട്ടു എന്നതാണ്. ഒരു പ്രത്യേക ഭാഗത്ത് ഒരു പോയിന്റിലെത്തിയ സന്ദർഭത്തിൽ അവിടെ സ്വരീഫൽ അഖ്ലാം, അതായത് ആ പേന എഴുതുന്ന ശബ്ദം കേൾക്കുന്ന ഒരു പോയിന്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതായത് ലോകത്ത് ഒരു മഖ്ലൂഖും ഇതുവരെ എത്തിയിട്ടില്ലാത്തൊരിടത്തേക്ക് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എന്നുള്ളതാണ്. എന്താണ് പേന എഴുതുന്ന ശബ്ദം? എന്താണ് പേന? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദറുമായിട്ട് ബന്ധപ്പെട്ട് സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു, ഇന്ന അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് ഒരു പേനയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖാല ലഹു ഉക്തുബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പേനക്ക് എഴുതാനുള്ള കൽപ്പന നൽകി. ആ സന്ദർഭത്തിൽ പേന ചോദിക്കും, ഖാല റബ്ബി വമാ ഉക്തുബ്, എന്താണ് ഞാൻ എഴുതേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന സർവ്വതും എ ടു സെഡ്, അതായത് മഖാദിറുൽ ഖലായിഖ്, അതായത് ആ പ്ലാൻ ഓഫ് ക്രിയേഷൻ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്താൻ ആ പേനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകുകയാണ്. ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന സർവ്വതും ആ പേന കുറിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഖദറുമായിട്ട് ബന്ധപ്പെട്ട് ഖദർ 5ഓളം ലെവലുകളുണ്ട്. ഖദർ, ആദ്യത്തെ ഖദറിന്റെ രൂപം, അതിൽ യാതൊരു മാറ്റമില്ലാത്ത രൂപത്തിൽ എഴുതപ്പെട്ട ഖദർ അൽ അസലി. പിന്നീട് വരുന്ന ഖദറിന്റെ രൂപങ്ങൾ, അതിലെല്ലാം ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ അവിടെ സംഭവിക്കാനിരിക്കുന്ന ആ മാറ്റമടക്കം ആദ്യത്തെ ലെവലിൽ നേരത്തെ ഓൾറെഡി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിധിയുടെ വൈവിധ്യങ്ങൾ എന്നുള്ള പ്രഭാഷണത്തിൽ വിശദമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതാണ്. പിന്നീട് അടുത്ത താഴേക്കിടയിലുള്ള ലെവലിൽ വരുന്ന മാറ്റങ്ങളടക്കം മൂലഗ്രന്ഥത്തിൽ ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 39ാമത്തെ വചനത്തിൽ യംഹുല്ലാഹു മാ യശാ വയസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ മായ്ക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സ്ഥിരപ്പെടുത്തുന്നു, അവന്റെ പക്കലാണ് ഉമ്മുൽ കിതാബ്, മൂലഗ്രന്ഥം, ആ ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ സ്വരീഫൽ അഖ്ലാം, ആ പേന എഴുതുന്ന ശബ്ദം റസൂലുള്ളാഹി കേട്ടു എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് മുന്നോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ സമീപത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോവാൻ. അതാണ് മിഅറാജിന്റെ ആ ന്യൂക്ലിയസ്, മിഅറാജിന്റെ ആ യാത്രയുടെ ക്ലൈമാക്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഹബീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ കൂടിക്കാഴ്ച. അള്ളാഹിന്റെ ആ സന്നിധിയിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല ആളുകളും പറയാറുണ്ട്, റസൂലുള്ളാഹി അള്ളാഹിന്റെ സന്നിധിയിൽ എത്തിയ ഉടനെ തന്നെ തശഹുദിലുള്ള ആ പ്രാർത്ഥന, തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ, ആ രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു. മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സലാമു അലൈക അയ്യുഹൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മുഴുവൻ ഉമ്മത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആ സന്ദർഭത്തിൽ അപ്പുറത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ രൂപത്തിലൊരു ഉദ്ധരണി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. പല ആളുകളും
ഈ മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിച്ച് കേൾക്കാറുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുന്നത് ദഈഫായിട്ടുള്ള യാതൊരു അടിസ്ഥാനമില്ലാത്ത ഉദ്ധരണിയാണ്. ഞാൻ തുടക്കത്തിൽ ഇസ്രാ മിറാജ് യാത്രയുടെ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിരവധി ദഈഫായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി ഭാവനാ ചിത്രങ്ങളെല്ലാം ഇതിനോട് പിൻകാലഘട്ടത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണിത്. പ്രത്യേകം മനസ്സിലാക്കുക, റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. മുതവാത്തിറായിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും എൻ്റെ മീതെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നുള്ള. അപ്പം ഇത്തരം ഉദ്ധരണികളെല്ലാം പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇസ്നാദ് പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ ഉദ്ധരിക്കാൻ. അള്ളാന്റെ ആ സന്നിധിയിൽ എത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് നടത്തിയ അവിടെ വെച്ചുകൊണ്ട് നടത്തിയ സംഭാഷണം, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഇവിടെ ഇത്രയും നേരം വിശദീകരണങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഭാഗത്തും ബൈത്തുൽ മഅ്മൂറിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹിന്റെ അർശിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലെല്ലാം നിരവധി ഭാവനാ ചിത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ രൂപപ്പെടുന്നുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ പ്രത്യേകം മനസ്സിലാക്കുക, ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം മനുഷ്യഭാവനകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ മാലാ ഇൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ലോകത്തൊരു കണ്ണും കാണാത്ത മനുഷ്യന്റെ ഭാവനകൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അർശിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ സിംഹാസനം എന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഭാഗത്ത് ഉദ്ധരിച്ച സുനനു തുർമുദിയിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി അർശിന്റെ വലിപ്പം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അർശ് എന്നുള്ളത് 7 വാനലോകങ്ങളെ മുഴുവനും ഒരു മോതിരായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അർശ് എന്നുള്ളത് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ ഒരു മോതിരിട്ടതുപോലെയാണ്. അർശ് എന്നുള്ളത് അതിവിശാലമായിട്ടുള്ള സൃഷ്ടിയാണ്. അർശിനെ വഹിക്കുന്ന മാലാഖമാരെ, ഹമലത്തുൽ അർശ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം മാലാഖമാരുണ്ട്. അവരെ സംബന്ധിച്ച് പോലും സുനൻ അബൂദാവൂദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ മാലാഖയുടെ ചെവി മുതൽ തോള് വരെയുള്ള ദൂരം 700 വർഷത്തെ യാത്രാ ദൂരാണ്. 700 വർഷം എന്താണ്? പ്രകാശവർഷമാണോ? അല്ലാഹു അലം. അത്രയും സുദീർഘമായിട്ടുള്ള, അത്രയും ഭീമാകാരമായിട്ടുള്ള മാലാഖമാരാണ് അർശിനെ വഹിക്കുന്നത് പോലും. ഇപ്പൊ ഇവിടെ അർശ് എന്ന് പറയുമ്പം അതല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സിദ്റത്തുൽ മുൻതഹയാകട്ടെ, അർശാകട്ടെ, അതെ ബൈത്തുൽ മഅ്മൂർ ആകട്ടെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, എല്ലാം മഖ്ലൂക്കുകളാണ്, അള്ളാഹിന്റെ സൃഷ്ടികളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൃഷ്ടികളുടെ പരിമിതികളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നെല്ലാം അതീതനായിട്ടുള്ളവനാണ് സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് സ്ഥലകാലത്തിനെല്ലാം അതീതനാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആ ചിത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. പണ്ഡിതന്മാർ പറയാറുണ്ട്, കുല്ലമാ ഖതറ ബിബാലിക് ഫഇന്നല്ലാഹ ബിഖിലാഫി ദാലിക്. എന്തെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ചിത്രം കടന്നു വരുന്നുണ്ടെങ്കിൽ നീ അറിയണം, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. മനസ്സിലേക്കൊരു ഭാവന അല്ലെങ്കിൽ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ലാത്തതാണ് സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അവന് സ്ഥലത്തിനും സമയത്തിനും പദാർത്ഥത്തിനെല്ലാം അതീതനായിട്ടുള്ളവനാണ്. കാരണം അവനാണ് അതിനെല്ലാം സൃഷ്ടിച്ചത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന, ഇന്നല്ലാഹ കാൻ വലാ മക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം ഹുവൽ അവ്വലു വൽ ആഖിർ, അവന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉണ്ടായിരുന്നു, വലാ മക്കാൻ. ആ സന്ദർഭത്തിൽ സ്ഥലവും സമയമോ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലവും സമയവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. വഹുവ അൽ ആൻ അലാ മാ കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതേ രൂപത്തിൽ ഈ ഒരു സന്ദർഭത്തിലുണ്ട് എന്നുള്ള മനോഹരമായിട്ടുള്ള പ്രസ്താവന. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഉണ്ടായിരുന്നു, ആ സന്ദർഭത്തിൽ സ്ഥലവും സമയവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലവും സമയവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഈ ഒരു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിലും അവിടെ ഉണ്ട് എന്നുള്ള. കാരണം ഹുവൽ അവ്വലു വൽ ആഖിർ, അവന് തുടക്കമില്ല ഒടുക്കമില്ല. അതേപോലെ തന്നെ അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവർ ജനിച്ചിട്ടില്ല, ഒരാൾക്ക് ജന്മം നൽകിയിട്ടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ്, അള്ളാഹുവിന്റെ അർശിന്റെ ആ ഒരു പരിധിയിലേക്ക് റസൂൽ എത്തിയെന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനസ്ഥനാവുക. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും സൂറത്ത് ത്വാഹയുടെ ആദ്യ ഭാഗത്തെല്ലാം
അർ-റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനസ്ഥനായി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭാവനകൾക്ക്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിൽ പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കുക. അതിനെ സംബന്ധിച്ച് ചർച്ച അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ഭാവനാ ചിത്രം നമ്മളൊരിക്കലും നിർമ്മിക്കാൻ പോകരുത് എന്നുള്ള. ഇസ്തിവാനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം നൽകുന്ന മനോഹരമായിട്ടുള്ള മറുപടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനസ്ഥനാവുക എന്നുള്ളതുകൊണ്ടുള്ള വിവക്ഷ എന്താണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഇസ്തിവാ മഅലൂം, സിംഹാസനസ്ഥനാവുക എന്നുള്ളത് എന്താണെന്ന്, അതുകൊണ്ട് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേ സന്ദർഭത്തിൽ വൽ കൈഫു മജ്ഹൂൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് മജ്ഹൂൽ, നമുക്കറിയില്ല. അതുകൊണ്ട് ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെ സംബന്ധിച്ച് ചോദിക്കൽ, ചർച്ച ചെയ്യൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അതെല്ലാം ബിദ്അത്താണ്. അത് ഏത് രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കുക. കാരണം ഇതിനെ സംബന്ധിച്ചൊന്നും നമ്മുടെ ഭാവനയിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു ഭാവനാ ചിത്രം, നമ്മൾ സുപ്രാ റാഷണൽ എന്നെല്ലാം പറയാറുണ്ട്, അതായത് ബിയോണ്ട് ദ ഹ്യൂമൻ കോംപ്രിഹെൻഷൻ, നമ്മുടെ ഭാവനകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമേജുകൾക്കെല്ലാം അതീതനായിട്ടുള്ളവനാണ്. കാരണം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പദാർത്ഥാധീനാണ്. അള്ളാഹിന്റെ ആ സന്നിധിയിലേക്ക് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി കണ്ടോ, റസൂലുള്ളാഹി നേർക്ക് നേരെ അള്ളാഹുവിനെ കണ്ടോ എന്നുള്ളൊരു ചോദ്യം മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് കടന്നു വരുന്നൊരു ചോദ്യമാണ്. ഒരു വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. സ്വഹാബികൾക്കിടയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ദർശിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അത് ഏത് രൂപത്തിലാണെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അതേ സന്ദർഭത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ശക്തമായിട്ടുള്ള ഭാഷയിൽ പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഉദ്ധരണിയിൽ മസ്റൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് അത് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മൻ സഅമ അന്ന മുഹമ്മദൻ റഅ റബ്ബഹു ഫഖദ് അഅളമ അലല്ലാഹി ഫിരിയത. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ മീതെ അദ്ദേഹം കൊടിയ കള്ളാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ മസ്റൂഖ് അദ്ദേഹം ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ അലം യഖുൽ ലില്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ? എന്നിട്ട് അദ്ദേഹം ആയത്ത് ഉദ്ധരിക്കാണ്, സൂറത്ത് നജ്മിന്റെ 13-ാമത്തെ ആയത്ത്, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ, മറ്റൊരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ? അവർ സംശയം ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് നൽകുന്ന മറുപടി, ഈ ആയത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി ഈ ആയത്തിനെ സംബന്ധിച്ച് നിങ്ങളെക്കാളെല്ലാം മുമ്പ് ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായിട്ട് റസൂലുള്ളാഹിനോട് ഞാനാണ് ചോദിച്ചത്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം പ്രബലമായിട്ട് കാണാനുള്ള കാരണം, ഇപ്പൊ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സന്ദർഭത്തിലോ പുറത്തുള്ള സന്ദർഭത്തിൽ നടന്നൊരു സംഭവം, അത് സ്വാഭാവികമായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ കൂടെയുള്ള സ്വഹാബത്തായിരിക്കും അതിന് സാക്ഷിയായിട്ടുണ്ടാവുക. പക്ഷേ ഇസ്രാ മിറാജിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിറാജ് യാത്രകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുണ്ടായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേഴ്സണലായിട്ട് നൽകപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഷെയർ ചെയ്യപ്പെടുക തന്റെ പ്രൈവറ്റ് ലൈഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ റസൂലുള്ളാഹിന്റെ ജീവിതം പങ്കിടുന്ന റസൂലുള്ളാഹിന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോടായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച്, അതായത് പരിശുദ്ധ ഖുർആനിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ എന്നുള്ള ആയത്തിനെ സംബന്ധിച്ച് ആദ്യം ഞാനാണ് ചോദിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി അത് അവിടെ പറയപ്പെടുന്നത് ഇന്നമാ ഹുവ ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് ആയത്ത് പറയുന്നത്, അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ട കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിർത്തുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും തുടരുകയാണ്, അവലം തസ്മ അന്നല്ലാഹു യഖൂൽ, ഓ മസ്റൂഖ് നിനക്കറിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് നിനക്കറിയില്ലേ, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 103-ാമത്തെ വചനം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാൻ, കണ്ണുകൾ അവനെ കണ്ടെത്തുന്നില്ല, അവന് കണ്ണുകളെ കണ്ടെത്തുന്ന ആ ഒരു ആയത്ത് നിനക്കറിയില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, വീണ്ടും ആയത്ത് ഉദ്ധരിക്കാണ്, അവലം തസ്മ അന്നല്ലാഹ യഖൂൽ, സൂറത്ത് ശുഅറാന്റെ 51-ാമത്തെ വചനം, വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമുഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ
അയുർസിൽ റസൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ, അതല്ലെങ്കിൽ ഒരു മറക്ക് പിറകിൽ നിന്നോ, അതല്ലെങ്കിൽ ഒരു പ്രവാചകനെ അയച്ചുകൊണ്ടോ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മനുഷ്യനോട് സംസാരിക്കുകയില്ല. ആ ആയത്തും ആയിഷ റളിയല്ലാഹു അൻഹ മസ്റൂഖിന് മുമ്പിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാൻ. ഏതെങ്കിലും ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കണ്ട കാര്യം എന്തെങ്കിലും മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അവർ അള്ളാഹിന്റെ മീതെ വലിയ കളവാണ് പറയുന്നതെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ ഉദ്ധരിക്കുന്നത്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 143 വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണണമെന്ന് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പിൻകാലഘട്ടത്ത് അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു മദീനാൻ കാലഘട്ടത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ, ഹൽ റഅയ്ത റബ്ബക്, ഓ പ്രവാചകരെ, നിങ്ങൾ ആ യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിരുന്നോ? ഉടനെ തന്നെ റസൂലുള്ളാഹി നൽകുന്ന മറുപടി, നൂറുൻ അന്നാ അറ, പ്രകാശാണ്, ഞാൻ എങ്ങനെ കാണാനാണെന്നുള്ള. നൂറുൻ അന്നാ അറ, സുബ്ഹാനല്ലാഹ്. അതായത് മറ്റൊരു റിവായത്തിൽ റഅയ്തു നൂറൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച മറകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിരവധി മറകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഹിജാബുഹുൻ നൂർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറകൾ അത് പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറകൾ എന്നുള്ളത് പ്രകാശമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഉദ്ധരണിയിൽ 70ഓളം പ്രകാശത്തിന്റെ മറകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നീക്കിയാൽ അതിൽ നിന്നുള്ള സുബ്ഹാത്ത്, കിരണങ്ങൾ കാരണം സൃഷ്ടികൾ മുഴുവൻ കരിഞ്ഞു പോകും എന്നുള്ള. അപ്പൊ സൃഷ്ടികളോടുള്ള കാരുണ്യം കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജാബുഹുൻ നൂർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഫലമ്മ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മറ നീക്കിയ സന്ദർഭത്തിൽ ആ പർവ്വതം പൊടിഞ്ഞു പോയി എന്നുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മറ ഹിജാബാണ് കണ്ടത്. അതാണ് ഒരുപറ്റം പണ്ഡിതന്മാർ പറയുന്നത്. അതേ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ റആഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. റആഹു ബി ഫുആദിഹി അല്ലെങ്കിൽ ബി ഖൽബിഹി, അതാണ് ഹദീസിൽ കാണാൻ സാധിക്കുക. കണ്ണുകൊണ്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള കാഴ്ച. അല്ലാഹു അലം ഏത് രൂപത്തിലാണെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിലപാടിനെ നമ്മൾ അതാണ് കൂടുതൽ ശരിയെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമാനമായിട്ട് മറ്റൊരു ഉദ്ധരണി സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയിൽ മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, റഅയ്തു റബ്ബി ഫി മനാമി ഫി അഹ്സനി സൂറത്തിൻ, അതായത് സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി എന്നുള്ള. അപ്പൊ ഇവിടെയും നമുക്കറിയാം സ്വപ്നത്തിലും അതേപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള കാഴ്ച, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിട്ടുണ്ട്. പക്ഷേ നേർക്ക് നേരെ മിഅ്റാജ് വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹിജാബാണ് ദർശിക്കപ്പെട്ടെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും നമ്മൾ ഇൻഷാ അല്ലാഹ് മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കപ്പെടും എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ നമ്മൾ ഏതായാലും ഈ ഒരു ഭൗതിക ശരീരത്തിലാകില്ല ആ സന്ദർഭത്തിൽ നമ്മൾ ഉണ്ടാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന ഹദീസിൽ അവർ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ് ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖിയാമത്ത് നാളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പൂർണ്ണ ചന്ദ്രനുള്ള രാത്രി നിങ്ങൾ ചന്ദ്രനെ ഏത് രൂപത്തിലാണോ കാണുന്നത് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ള. നഊദു ബില്ലാഹ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനോട് ഉപമിക്കല്ല, മറിച്ച് പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രി. നമുക്കറിയാം നമ്മൾ ഏത് ഭാഗത്ത് ഒരാളും ആ ചന്ദ്രനെ കാണാൻ വേണ്ടി തിക്കി തിരക്കേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ ഏത് പോയിന്റിൽ നിന്നാലും വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ആ ചന്ദ്രനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതേ രൂപത്തിൽ യാതൊരു പ്രയാസമില്ലാതെ സ്വർഗവാസികളായിട്ടുള്ള ആളുകൾക്ക് ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും എന്നുള്ള. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമ 75-ാമത്തെ അധ്യായം, അതിന്റെ ആ സൂറത്തുൽ ഖിയാമയിൽ 22-ാമത്തെ ആയത്തിൽ ഉജൂഹുൻ യൗമ ഇദിൻ നാദിറ
ഇലാ റബ്ബിഹ നാദിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നതയുള്ള പ്രകാശിതമാകും നിന്റെ രക്ഷിതാവിന്റെ നേർക്ക് മുഖം തിരിച്ച, അതായത് രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ച മുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദർശിക്കുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ ആയത്തിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് യൂനിസിന്റെ 26-ാമത്തെ വചനത്തിലും ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്തുൻ, അത് ആ ആയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് നന്മ ചെയ്ത ആളുകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്, അതേപോലെ തന്നെ വസിയാദത്തുൻ കൂടുതലുമുണ്ട്. അവിടെ സിയാദത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാർ, ഒരു വിഭാഗം പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ അവിടെ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിനുള്ള പ്രതിഫലം അതിനോടൊപ്പം കൂടുതൽ എന്നുള്ളതുകൊണ്ട് വിവക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ദർശിക്കാനുള്ള സൗഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക്കൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാണാനുള്ള ആ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം മരണാന്തര ജീവിതത്തിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള സൗഭാഗ്യം വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും. പക്ഷേ ഇസ്രാ മിഅ്റാജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതേപോലെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനവും ഉണ്ടായി. അത് നിസ്സംശയം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംഭാഷണം നടത്തി. അതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമായിട്ട് ചില സംഭാഷണത്തിൽ ഏർപ്പെട്ടു. എന്തായിരുന്നു ആ സംഭാഷണം? ആ ഒരു നിമിഷത്തിന്റെ സൗന്ദര്യം ഒരിക്കലും നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല. ലോകത്ത് ഒരാൾക്കും അത് വാക്കുകളിലേക്കോ പേനയിലേക്കോ കൊണ്ടുവന്ന് ആ അനർഘ സന്ദർഭത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ സാധ്യമല്ല. അത് വിവരണാതീതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സെട്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 7 വാനലോകങ്ങൾക്ക് അപ്പുറം വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ വെച്ച് നടത്തിയ സംഭാഷണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ട് നടത്തിയ ആ സംഭാഷണം, അതിന്റെ പൂർണ്ണ രൂപം അല്ലാഹു അലം. ചില നിരവധി ദഅീഫായിട്ടുള്ള ഉദ്ധരണികൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചിരിക്കണം. അസ്റാർ ബൈനല്ലാഹു വ ഹബീബിഹി, അല്ലാഹുവും ഹബീബും നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിൽ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിൽ ഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് തന്റെ ദാസന് നൽകാനുള്ളതെല്ലാം നൽകി. അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. നേരത്തെ സൂറത്തുൽ ഇസ്രാന്റെ ആരംഭത്തിലും അതേ പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ളതെല്ലാം നൽകി. നിരവധി കാര്യങ്ങൾ ഹബീബായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിരിക്കണം. അതിൽ സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ നൽകപ്പെട്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ, 3 കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു. ഒന്നാമതായിട്ട് നൽകപ്പെട്ടത് നമസ്കാരം, രണ്ടാമതായിട്ട് നൽകപ്പെട്ടത് ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം, മൂന്നാമതായിട്ട് നൽകപ്പെട്ടത് ഒരു വഅദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വാഗ്ദാനാണ്. ഈ 3 കാര്യങ്ങൾ അവിടെ വെച്ച് നൽകപ്പെട്ടു എന്ന് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഒന്നാമതായിട്ട് നൽകപ്പെട്ടത് നമസ്കാരമാണ്. ആ നമസ്കാരത്തെ സംബന്ധിച്ച് സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസ് മുന്നോട്ട് വായിക്കുന്ന സന്ദർഭത്തിൽ സുമ്മ ഫറദ അലയ്യ 50 സ്വലാത്തൻ ഫീ കുല്ലി യൗം, ഓരോ ദിവസവും 50 വക്ത് നമസ്കാരം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടു. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. രണ്ടാമതായിട്ട് നൽകപ്പെട്ടത് സൂറത്തുൽ ബഖറ, ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളാണ്. 255ഉം 286ഉം ആയത്തുകൾ നമുക്കെല്ലാം പല ആളുകൾക്കും മനപ്പാടുള്ള ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ആ ഭാഗം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ടു എന്നുള്ള. മറ്റൊരു ഹദീസിലും മിൻ കൻസിൻ തഹ്തൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ സംബന്ധിച്ച് അത് അള്ളാഹുവിന്റെ അർശിന്റെ താഴെയുള്ള നിധികളിലൊന്നെന്നെല്ലാം അതേ ആയത്തിനെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇത്രയേറെ പ്രാധാന്യം ആ ആയത്തിന് നൽകാനുള്ള കാരണം നമ്മുടെ മതത്തിന്റെ ഉസൂൽ, നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളുടെ സംക്ഷിപ്ത രൂപം ആയത്തിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ള അതിന്റെ ഒരു സമ്മറിയാണ് ആയത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് അത്ര മനോഹരമായിട്ടുള്ള ആയത്തുകളാണ്. അതുകൊണ്ടാണ് അതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള ആ 2 ആയത്തുകൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ കഫതാഹു, അവർക്കത് മതി, അത് മതി, മറ്റൊന്നും അവർക്ക് വേണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ആയത്തിലും മറ്റൊരു ഹദീസിലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ നൽകുന്ന ഒരു അഭിപ്രായം,
അതായത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. തീർച്ചയായിട്ടും ഓരോ ആയത്തുകൾക്ക് ഓരോ ഭാഗത്തിന് പ്രത്യേക സവിശേഷതകളുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേനയല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഏക ഭാഗമാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. മറ്റുള്ള ആയത്തുകളെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേന ഭൂമിയിലേക്ക് വഹയായിട്ട് നൽകപ്പെട്ടതാണ്. ഇത് മിഅ്റാജ് വേളയിൽ റസൂലുള്ളാഹിക്ക് ഡയറക്റ്റ് ആയിട്ട് നൽകപ്പെട്ടതാണ്. പണ്ഡിതന്മാർ നൽകുന്ന അഭിപ്രായമാണ്. മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടത് ഞാൻ പറഞ്ഞു ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാൻ സാധിക്കും, വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ഷൈഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതാണ് മൂന്നാമതായിട്ട് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വാഗ്ദാനം. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർക്ക് മാപ്പില്ല, മറ്റുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നുള്ള മൂന്നാമത്തെ വാഗ്ദാനം. പരിശുദ്ധ ഖുർആൻ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നരകമുണ്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് അവർക്ക് സ്വർഗം ഹറാമാക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത്രയേറെ ഗൗരവമുള്ള പാപമാണ് ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വാഗ്ദാനം അവിടെ വെച്ചുകൊണ്ട് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു എന്നുള്ള. അപ്പോൾ ഒന്നാമതായിട്ട് നൽകപ്പെട്ടതിലേക്ക് നമ്മൾ തിരിച്ചു വരാണ്. ആദ്യമായിട്ട് നൽകപ്പെട്ടത് ഫർദ അലൈഹി 50 സ്വലാത്തൻ ഫീ കുല്ലി യൗം. ആദ്യമായിട്ട് നൽകപ്പെട്ടത് 50 വക്ത് നമസ്കാരമാണ്. ആ 50 വക്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അവിടെ ഈ 3 കാര്യങ്ങൾ, തീർച്ചയായിട്ടും അതല്ലാതെ നിരവധി കാര്യങ്ങൾ ഹബീബായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിരിക്കണം. അതിൽ നൽകപ്പെട്ട ഈ 3 കാര്യങ്ങൾ അതെല്ലാം ലഭിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിഅ്റാജ് തിരികെയുള്ള യാത്ര ആരംഭിക്കാൻ. അപ്പൊ തിരികെയുള്ള യാത്ര ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആദ്യം പിന്നിടുന്ന പോയിന്റ് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ആ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ്. അപ്പൊ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്തേക്ക് എത്തുകയാണ്. അവിടെ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുണ്ട്. പിന്നീട് അങ്ങോട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ തിരിച്ചുള്ള യാത്രയിൽ ആദ്യം അവർ 7-ാം വാനലോകത്തെത്തും. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. ഫഅത അല ഇബ്രാഹിം ഫലം യഖുൽ ഷൈഅ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവിടെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാതൊന്നും സംസാരിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ കടന്നുപോയി. പിന്നീട് 6-ാം ആകാശത്ത് 6-ാം വാനലോകത്ത് അവര് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തെത്തിയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാതൊന്നും സംസാരിച്ചില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ കണ്ട ഉടനെ ചോദിച്ചു, മാ ഫറള റബ്ബുക അലാ ഉമ്മത്തിക്. താങ്കളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാനുള്ള കാരണം, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ ഇതേ അനുഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിച്ച ഏക പ്രവാചകൻ കലീമുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈ ഒരു സന്ദർഭം വരെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് സ്വർഗ്ഗലോകത്ത് വെച്ചിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംഭാഷണം നടത്തിയ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സീനാ പർവ്വതത്തിൽ വെച്ച് ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശത്തിന്റെ നേർക്ക് തന്റെ കുടുംബത്തെ അവിടെ നിർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നു. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നടത്തുന്ന സംഭാഷണം സൂറത്ത് ത്വാഹയുടെ ആദ്യ ഭാഗത്ത് വായിക്കാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രധാനപ്പെട്ട കൽപ്പനകൾ ആ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ തൂർ പർവ്വതത്തിലേക്ക് വിളിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലും 40 ലൈല സൂറത്തുൽ ബഖറയുടെ 251-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ടാണ് ആ 10 കൽപ്പന തൗറാത്ത് അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടുന്നുണ്ട്. അപ്പൊ ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിപ്പിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനുണ്ടാകുമെന്ന് തന്റെ ജീവിതാനുഭവത്തിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു ബി 50 സ്വലാത്തിൻ ഫീ കുല്ലി യൗം. എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നമസ്കാരം ഓരോ ദിവസവും എന്റെ ഉമ്മത്തിനോട് 50 വക്ത് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. ആ സന്ദർഭത്തിൽ അത് കേട്ട ഉടനെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വല്ലാഹി നിങ്ങൾക്ക് മുമ്പേ ഞാൻ ജനങ്ങളെ പരീക്ഷിച്ചറിഞ്ഞതാണ്. അതായത് ഇതേ രൂപത്തിലുള്ള വലിയ ഉമ്മത്തുമായിട്ട് ഇടപഴകിയുള്ള ഒരു ശീലം താങ്കളെക്കാൾ, അതായത് ഈ ഒരു പോയിന്റിൽ ബനു ഇസ്രായേൽ ജനതയുമായിട്ട് നന്നായി ഇടപഴകിയുള്ള ആ ഒരു പരിചയം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ട്. ഈ ഒരു പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഉമ്മത്തിലേക്ക് റസൂലുള്ളാഹി കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. മദീനൻ കാലഘട്ടത്തിലാണ് ഉമ്മത്ത് വലുതാകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ ചെറിയ, അതായത് 200-ലധികം താഴെ ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹിന്റെ കൂടെ അനുയായികളായിട്ടുള്ളത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ബനു ഇസ്രായേലിന് ഇതേ രൂപത്തിലുള്ള കൽപ്പനകൾ അവർക്ക് നൽകപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അതിന്റെ പേരിൽ അവർ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. ബനു ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമസ്കാരം നൽകിയിരുന്നു. സൂറത്തുൽ ബഖറയിൽ തന്നെ 43-ാമത്തെ വചനത്തിൽ വഅഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത വർകഉ മഅർ റാക്കിഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്നെല്ലാം അത് ബനു ഇസ്രായേലിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഏറ്റവും വലിയ ഉമ്മത്തിനെ പ്രതിനിധീകരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം തന്റെ അനുഭവം വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫർജി ഇലാ റബ്ബിക് ഫസ്അൽഹു തഖ്ഫീഫ് ലി ഉമ്മത്തിക്, താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് താങ്കളുടെ ഉമ്മത്തിന് ഒരല്പം ലഘൂകരിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടുക. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഇമാം അഹമ്മദ് റഹിമുല്ല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കൊന്ന് നോക്കി, കഅന്നഹു യസ്തശീറുഹു, അതായത് എന്തെങ്കിലും ഒരു സിഗ്നൽ, ഒരു സൈൻ, ഒരു ഇഷാറ കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നോക്കി, അതായത് അത് ചെയ്യണോ വേണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം ഇവിടെ മനോഹരമായിട്ടുള്ള നിരവധി പാഠങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ നിർദ്ദേശം ചെവിക്കൊള്ളാൻ. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയേക്കാൾ റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത, റസൂലുള്ളാഹിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള അഷ്റഫുൽ ഖൽഖാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചത് ഭൂമിയിൽ വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു, ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വാനലോകങ്ങൾക്കപ്പുറം അള്ളാഹിന്റെ സന്നിധിയിലേക്ക് റസൂലുള്ളാഹിനെ വിളിപ്പിക്കാൻ. അപ്പൊ ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവിടെ നിന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർദ്ദേശം സ്വീകരിക്കാണ്. കാരണം ആ പറയപ്പെട്ട കാര്യത്തിൽ തന്നേക്കാൾ ഒരു പടി മുമ്പിൽ എക്സ്പീരിയൻസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ട്. അപ്പൊ അവിടെ നൽകപ്പെടുന്ന ഒരു പാഠം, നമ്മൾ എത്ര വലിയ ഉയരത്തിലാണെങ്കിലും എത്ര വലിയ പോസ്റ്റിലാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെക്കാൾ അറിയുന്ന ആളുകൾ, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാകും. അവർ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഉപദേശങ്ങൾ സ്വീകരിച്ചാലും അതൊന്നുകൂടെ മറ്റുള്ള ആളുകളോട് നമ്മളൊന്ന് ചോദിച്ചറിയും. നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്നെല്ലാം പറയാറുണ്ട്. അതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയിലേക്ക് റസൂലുള്ളാഹി ആ ഇഷാറക്ക് വേണ്ടി നോക്കിയ ആ ഒരു ഹദീസ് നൽകുന്ന പാഠം. മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കൂടെ ആ ഒരു പോയിന്റിലേക്ക്, അതായത് സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് യാത്ര ചെയ്തിട്ടില്ല എന്ന് മനോഹരമായിട്ട് ഈ മുസ്നദിലുള്ള ഹദീസ് നൽകുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതേ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇഷാറ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോവാൻ. അതിലൊരു ലഘൂകരണത്തിന് വേണ്ടി റസൂലുള്ളാഹി അള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോയി. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി ഖഫിഫ് അലാ ഉമ്മത്തി, ഓ റബ്ബേ എന്റെ ഉമ്മത്തിന് ഒരല്പം കുറച്ചു തരണമെന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ അത് 5 വക്ത് കുറച്ചു കൊടുത്തു, 45 തിരിച്ചു വന്നു. അതേ അനുഭവം ആവർത്തിക്കുന്നു. റസൂലുള്ളാഹി വീണ്ടും തിരിച്ചു പോകുന്നു. ആ ഒരു കാര്യം ആവർത്തിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. 9 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാര്യം ആവർത്തിച്ചു. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വക്തായിട്ട് അത് ചുരുക്കി കൊടുത്തു. ആ 5 വക്ത് ലഭിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ കാര്യം പറഞ്ഞു, ഇർജി ഇലാ റബ്ബിക് ഫസ്അൽഹു തഖ്ഫീഫ്, നിങ്ങൾ വീണ്ടും അള്ളാഹുവിലേക്ക് പോയിട്ട് ആ 5ലും വല്ല കുറവും നിങ്ങൾ ചോദിച്ചു നോക്കുക. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് റജഅതു ഇലാ റബ്ബി ഹത്ത ഇസ്തഹയൈത, റസൂലുള്ളാഹി പറയാൻ, അതായത് എന്റെ നാഥനിലേക്ക് ഒരുപാട് തവണയായിട്ട് ഞാൻ പോയി, ഇനിയും എനിക്ക് പോകാൻ ഞാൻ ലജ്ജിക്കാണ്. റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്റെ ഉമ്മത്തിന് അത് നിർവഹിക്കാൻ സാധിക്കും, വലാക്കിൻ അർലാ വ ഉസല്ലിം, അതിൽ ഞാൻ തൃപ്തിപ്പെടാൻ, ഞാൻ അതിനെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് മറുപടി പറയാൻ. ആ രൂപത്തിൽ ആ ഒരു സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസിൽ ഫലമ്മ ജാവസ്തു നാദ മുനാദിൻ, അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള ആ സംഭാഷണം അവസാനിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കടന്ന് മുന്നോട്ട് സഞ്ചരിച്ച സന്ദർഭത്തിൽ ഒരു വലിയ വിളംബരം, അവിടെ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ആ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു വിളംബരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അംലൈതു ഫരീളതി വഖഫഫ്തു അൻ ഇബാദി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എന്റെ നിയമം ഞാൻ നടപ്പിൽ വരുത്തിയിരിക്കുന്നു, എന്റെ അടിമകൾക്ക് ഞാൻ ഇളവ് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അംലൈതു ഫരീളതി വഖഫഫ്തു അൻ ഇബാദി. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ അടിമകൾക്ക് ഇളവ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു കാരുണ്യമാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക്
50 നൽകി. ഈ ഒരു സന്ദർഭത്തിൽ അത് ചുരുക്കി രാവും പകലുമായിട്ട് ഞാൻ 5 ആക്കി നൽകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പക്ഷേ ലികുല്ലി സ്വലാത്തിൻ അശറ, ഓരോന്നിനും 10 ഇരട്ടി പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിന്റെ 160-ാമത്തെ വചനത്തിൽ മൻജാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു നന്മ അത് ആ നന്മ ചെയ്യാൻ കരുതിയിട്ട് പിന്നീട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് അവന്റെ മീതെ ഒരു നന്മയാക്കി രേഖപ്പെടുത്തും എന്നുള്ള. അതേ സന്ദർഭത്തിൽ ആ നന്മ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കൂടെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് 10 ഇരട്ടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക എന്നുള്ള. അതേ സന്ദർഭത്തിൽ തിരിച്ച് ഏതെങ്കിലും ഒരാള് ഒരു തിന്മ കരുതിയിട്ട് ആ തിന്മ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിൽ കുറ്റമില്ല. നിങ്ങൾ തിന്മ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, തിന്മ കരുതിയിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ തെറ്റില്ല. ഇനി പ്രവർത്തിച്ചാൽ അത് ഒരു തിന്മയായിട്ട് മാത്രമേ രേഖപ്പെടുത്തൂ എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആയത്തിന്റെ അടുത്ത ഭാഗം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മൻജാ അബിസ്സയ്യിഅതി ഫലാ യുജ്സ ഇല്ലാ മിസ്ലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, തിന്മക്ക് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം മാത്രമേ ഞാൻ നൽകൂ, പക്ഷെ അതേ സന്ദർഭത്തിൽ നന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടിയായിട്ട് നൽകൂ എന്നുള്ള. ഒരു വക്ത് നമസ്കാരത്തിന് 10 ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകൂ എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ കാരുണ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവിടെ മനോഹരമായിട്ടുള്ള അള്ളാഹിന്റെ ആ കാരുണ്യാണ് ഈ ഒരു നമസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മളിവിടെ ദർശിക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള സംഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ടുള്ള സംഭാഷണം 50 വക്തിൽ നിന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ചുരുക്കിയത്, അതിലുള്ള മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നൽകുന്ന പാഠം ഒന്ന് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മറ്റുള്ള എല്ലാ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി, ഹജ്ജാകട്ടെ, സകാത്താകട്ടെ, നോമ്പാകട്ടെ. പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആ നമസ്കാരം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ തന്റെ സന്നിധിയിലേക്ക് വിളിപ്പിക്കാൻ, വലില്ലാഹിൽ മസലുൽ അഅല. നമ്മൾ ചിന്തിച്ചു നോക്കുക, അതായത് ഇപ്പൊ നമ്മൾ ഓഫീസിലെല്ലാം നമുക്കറിയാം നിരവധി കാര്യങ്ങൾ നമ്മുടെ മാനേജർ നമ്മൾ മെയിൽ അയച്ച് അറിയിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പറയപ്പെടാൻ പോകുന്ന ആ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നേരിട്ട് നമ്മളെ ഓഫീസിലേക്ക് മാനേജർ വിളിപ്പിക്കുന്ന ആ ഒരു ഉദാഹരണം മനസ്സിൽ വെച്ച് വലില്ലാഹിൽ മസലുൽ അഅല നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമസ്കാരത്തിന്റെ ആ പ്രാധാന്യമാണ് ഇവിടെ കാണിച്ചിരുന്നത്. ആ പ്രാധാന്യം നമസ്കാരത്തിന് നൽകപ്പെട്ടതായിട്ട് നമുക്കറിയാം. മരണാന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, മരണാന്തര ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കപ്പെടുന്ന കർമ്മം അത് നമസ്കാരമാണ്. മറ്റുള്ള കർമ്മങ്ങളെല്ലാം പല സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. പല ഹജ്ജിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ജീവിതകാലത്ത് ഒരു ഹജ്ജ് നമുക്ക് നിർവഹിച്ചാൽ മതി. റമദാൻ എന്നുള്ളത് വർഷത്തിൽ ഒരിക്കലാണ്. സക്കാത്തും സമാനാണ്. പക്ഷേ അതും അതിലും ഓരോന്നിനും നിരവധി ഒഴിവുകളുണ്ട്. ഇപ്പൊ സക്കാത്തിന്റെ കാര്യത്തിൽ അത് സാമ്പത്തികമായിട്ടുള്ള ശേഷി കൈവരിക്കുന്ന ആള് മാത്രം നൽകിയാൽ മതി. റമദാൻ മാസത്തിലാണെങ്കിൽ നോമ്പ് നോക്കാൻ ശേഷിയുള്ള ആളുകൾ നോമ്പ് നോറ്റാൽ മതി, അതല്ലെങ്കിൽ ഫിദിയ കൊടുത്ത് അവര് അതിനെ വീട്ടാവുന്നതാണ്. പക്ഷേ നമസ്കാരം ചിന്തിച്ചു നോക്കുക, അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലല്ല, ജീവിതത്തിലുടനീളം മരണം വരെ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ്. അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. നമ്മൾ ഏറ്റവും മരണാസന്നനായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ബോധമുണ്ട ആളുകൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്ന അത്രയേറെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം. ആ പ്രാധാന്യം യഥാർത്ഥത്തിൽ നൽകപ്പെട്ട ആ രീതി തന്നെ കാണിച്ചിരുന്നുണ്ട്. അത് മാത്രം തന്നെ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. സർവ്വപ്രവാചകന്മാരും നിർവഹിക്കപ്പെട്ട കർമ്മം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വകാന യഅ്മുറു അഹ്ലഹു ബിസ്വലാത്ത്, അദ്ദേഹം തന്റെ കുടുംബക്കാരോട് നമസ്കാരത്തെ സംബന്ധിച്ച് കൽപ്പിക്കുമായിരുന്നു. സൂറത്ത് മറിയമിന്റെ 55-ാമത്തെ വചനം. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് നടത്തിയ സംഭാഷണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സീനാ താഴ്വരയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് നടത്തിയ സംഭാഷണ വേളയിൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി ഫഅഖിമി സ്വലാത്ത ലിദ്ദിക്രി, എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം. അതേപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹ അവരുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിലും അല്ലെങ്കിൽ മറിയവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാന്റെ 43-ാമത്തെ വചനത്തിൽ യാ മറിയം അഖ്നുതി റബ്ബിക്കി വസ്ജുദി വർകഇ മഅർ റാക്കിഈൻ, അവിടെയും അതേപോലെ തന്നെ മറിയം കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് തൊട്ടുമുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിലും തൊട്ടിൽ വെച്ച് നടത്തിയ ആ സംസാരത്തിൽ സൂറത്ത് മറിയമിൽ നമുക്ക് കാണാൻ സാധിക്കും, ഔസ്വാനി സ്വലാത്തി വസ്സകാത്തി മാദും തുഹയ്യ, അവിടെയും നമസ്കാരം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കർമ്മം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അടിസ്ഥാനപരമായിട്ട് സർവ്വപ്രവാചകന്മാരും നിർവഹിക്കപ്പെട്ട കർമ്മം എന്നുള്ള, അപ്പൊ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈമാനും കുഫറും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി ആയിട്ടാണ് റസൂലുള്ളാഹി നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരത്തെ ഈമാൻ എന്ന് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ ഈമാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതായിട്ട് സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനുക്കും, അവിടെ ഈമാൻ എന്നുള്ളതിന്റെ അർത്ഥം നമസ്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ തഫ്സീർ വായിച്ചു നോക്കുക.
അപ്പൊ നമസ്കരിക്കാത്ത ഒരാൾക്ക് ഈമാൻ ഇല്ല എന്നുള്ളത്, അയാൾ കാഫിറാണെന്നുള്ള തുറമുദി ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്വലാ ഫമൻ തറകഹ വമൻ ഫഖദ് കഫറ. ആരെങ്കിലും എനിക്കും നിങ്ങൾക്കിടയിലുള്ള കരാർ എന്നുള്ളത് അത് നമസ്കാരാണ്. ആരെങ്കിലും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് കഫറ, അവന് കാഫിറായി എന്നുള്ള. അതേപോലെ തന്നെ അബൂദാവൂദ് ധരിക്കുന്ന മറ്റൊരു സ്വഹീഹായിട്ടുള്ള ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ. ആരെങ്കിലും കരുതിക്കൂട്ടി നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന് കാഫിറെ. ഈ ഒരു ഹദീസിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ നമസ്കരിക്കാത്ത ആളുകൾ കാഫിറാണെന്നുള്ള ഫത്വ വരെ നൽകാനുള്ള കാരണം. അത്രയേറെ ഗൗരവമുള്ള കർമ്മമാണ് നമസ്കാരം. ആ ഗൗരവം കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു കർമ്മം മിഅ്റാജ് വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകാനുള്ള കാരണം. പ്രധാനപ്പെട്ട കർമ്മം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അടിമയുടെ ബന്ധം പരിശോധിക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ നമസ്കാരം ഏത് രൂപത്തിലാണ്, ഖുർആനുമായിട്ടുള്ള ബന്ധം ഏത് രൂപത്തിൽ, ഈ ആ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഓരോ വിശ്വാസിയുടെയും മിഅ്റാജാണ് നമസ്കാരം എന്ന് പറയാനുള്ള കാരണം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് വിട്ട്, ദുനിയാവിലുള്ള എല്ലാം വിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിക്കാൻ നടത്തിയ യാത്രയാണ് മിഅ്റാജ് യാത്ര. അതേ രൂപത്തിൽ തന്നെ നമ്മളും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിലുള്ള എല്ലാ നമ്മുടെ ജോലിയും തിരക്കെല്ലാം ഉപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരു കണക്ഷൻ. സ്വല എന്നുള്ള പദം പോലും യഥാർത്ഥത്തിൽ സ്വില എന്നുള്ള പദത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. സ്വില എന്ന് വെച്ചാൽ ഭാഷയിൽ കണക്ഷൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. സുജൂദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അടിമ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന സന്ദർഭമാണ് സുജൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംഭാഷണം നടത്തിയ സമാനമായിട്ട് തന്നെ നമ്മളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മുടെ അള്ളാഹിന്റെ മുമ്പിൽ നമസ്കാര സന്ദർഭത്തിൽ കൈകെട്ടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടാൻ. നമുക്കറിയാം, സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസിൽ ഖസംതു സ്വലാത്തു ബൈനി വ ബൈന അബ്ദി, റസൂലുള്ളാഹി പറയുന്നുണ്ട് ഫാത്തിഹയെ സംബന്ധിച്ചുള്ള ഹദീസിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൈകെട്ടി നിങ്ങൾ പറയപ്പെടുന്ന ഓരോ വാക്കുകൾക്കും അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഹമിദനി അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു മറുപടി പറയുന്നുണ്ടെന്ന് പോലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലെല്ലാം വിശ്വാസികളുടെ മിഅ്റാജാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. അത് പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കേണ്ട കർമ്മമാണ്. പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കേണ്ട കർമ്മമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ മിഅ്റാജിന്റെ യാത്ര നൽകുന്ന മറ്റൊരു പാഠം, ആ യാത്രയിൽ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പള്ളി കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. യാത്രയുടെ തുടക്കം മസ്ജിദുൽ ഹറാമിലാണ്, അതൊരു പള്ളിയാണ്. യാത്രയുടെ മിഡിൽ മസ്ജിദുൽ അഖ്സ, വീണ്ടും ആകാശലോകത്ത് ബൈത്തുൽ മഅ്മൂർ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആ യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു പള്ളിയിലാണെന്ന് കാണാൻ സാധിക്കും. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ, നാളെ അവസാന നാളിൽ മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ വെയിലിൽ നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകപ്പെടുന്ന വളരെ ചുരുക്കം ചില ആളുകൾ, 7 വിഭാഗം ആളുകൾ. ആ 7 വിഭാഗത്തിൽ ഒരാൾ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫി മസാജിദ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നമസ്കാരവുമായിട്ട് പള്ളിയുമായിട്ട് ഹൃദയം ബന്ധിച്ച ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തണൽ നൽകപ്പെടുന്നെല്ലാം ഹദീസിൽ പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത വളരെ കൃത്യമായിട്ട് നൽകപ്പെട്ട രൂപം വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ട്, നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മനോഹരമായിട്ട് നടത്തുന്ന നിരീക്ഷണം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അബ്ദിനെ, തന്റെ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭാഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം രാത്രിയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയാണ് അതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം തന്റെ അടിമ പാതിരാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈയുയർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മിഅ്റാജ് യാത്ര രാത്രി തെരഞ്ഞെടുത്തതിലുള്ള മനോഹരമായിട്ടുള്ള യുക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയോട് ഏറ്റവും അടുത്തതും രാത്രി സന്ദർഭങ്ങളിലാണ്. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം 50 നൽകി എന്നുള്ള, ആദ്യം 50 നൽകിയിട്ട് പിന്നീട് 5 ആക്കി, എന്തുകൊണ്ട് നേരത്തെ തന്നെ 5 നൽകിയില്ല എന്നുള്ള. ഒന്നാമതായിട്ട് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടത് 5 വക്താണ്. പക്ഷേ അത് നൽകപ്പെട്ട രീതി ഈ രൂപത്തിലുള്ളതായിരുന്നു. ആ രൂപത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചത്, സൂറത്തു ദാരിയാത്ത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യവർഗത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം അത് മാത്രമാണ്. അപ്പൊ ആരാധനയുടെ ഏറ്റവും വലിയ ഉന്നത രൂപമാണ് നമസ്കാരം. നേരത്തെ പറഞ്ഞു, അതായത് തന്റെ അടിമ തന്റെ നാഥനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിലൂടെയാണ്.
അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 50 വക്ത് നമസ്കാരം ആയിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ടതുപോലെ ആയത്ത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മുടെ ജീവിതം എന്നുള്ളത് മുഴുവൻ ആരാധനകൾ അർഹിക്കാൻ വേണ്ടി, ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങും. ഏതുപോലെ എന്ന് വെച്ചാൽ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല യുസബ്ബിഹൂന ലൈല വൻ നഹാറ ലാ യഫ്തുറൂൻ, അവര് രാവും പകലും ഇല്ലാതെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിൽ 50 വക്ത് നമസ്കാരം നമുക്ക് നൽകിയിരുന്നെങ്കിൽ ആ രൂപത്തിലാകുമായിരുന്നു നമ്മൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ നൽകി കഷ്ടപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. കാരണം യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിമിതിപ്പെടുത്തി തരാനാണ്, നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ 50നെ 5 ആക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ പ്രതിഫലനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 5 ആക്കി നൽകി. വെറും 5 ആക്കി നൽകുക മാത്രമല്ല ചെയ്തത്, ആ 5ന് 50ന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തു. എത്രത്തോളം വലിയ കാരുണ്യമാണ്. രണ്ടാമതായിട്ട് സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞു 9 തവണയാണ് അള്ളാഹിന്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയത്. 9 തവണ തന്റെ ഹബീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംസാരിക്കാനും കാണാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു സന്ദർഭത്തിൽ നൽകപ്പെടാൻ, തന്റെ സന്നിധിയിൽ വരാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിക്കാനുള്ള അമൂല്യ അവസരം വീണ്ടും വീണ്ടും ഹബീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല രൂപത്തിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവഴി നൽകപ്പെട്ടു. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എത്രത്തോളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സ്നേഹിച്ചത് ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് എത്രത്തോളം റസൂലുള്ള കെയർ ചെയ്തു നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതാണ് ഇത് കാണിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിൽ 50 വക്ത് സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചാണ് മടങ്ങി വരുന്നത്. അത് റസൂലുള്ളാഹിക്ക് നിർവഹിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ 50 വക്ത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ 5 വക്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി നൽകിയിട്ടും തന്റെ ജീവിതത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വക്ത് നമസ്കരിച്ചായിട്ടാണ് നമ്മൾ കാണുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കുക. 5 നേരത്തെ ഫർദ് നമസ്കാരം 17 റക്അത്താണ്. അതേപോലെ റവാത്തിബ് സുന്നത്തായിട്ട് കടന്നു വരുന്നത് 12 റക്അത്ത്. അതേപോലെ രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നമസ്കരിച്ചു. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. അതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നു. അതായത് 13 റക്അത്ത് നമസ്കരിച്ചതായിട്ടും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ മൊത്തം കൂട്ടി നോക്കുകയാണെങ്കിൽ 17 + 12 + 13 = 42 വക്തായി. അതിനുശേഷം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ നിർവഹിച്ച ളുഹ, സ്വലാത്തുൽ അവ്വാബീൻ എന്നറിയപ്പെടുന്ന 8 വക്ത് ളുഹ നമസ്കാരം, അതായത് ടോട്ടൽ 50 വക്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ 50 വക്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ ഉമ്മത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമീപത്തേക്ക് പോവാൻ ഒരു തവണയല്ല, ചിന്തിച്ചു നോക്കുക, ഒരു തവണയല്ല 9 തവണയാണ് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ അടുത്തേക്ക് പോയത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലുള്ള മാനേജറായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര തവണ നമ്മൾ പറയും? ഏറി വന്നാൽ 1 തവണ, 2 തവണ, 3 തവണ. പിന്നീട് നമ്മൾ വീണ്ടും അയാൾ വിളിക്കണം, നമ്മുടെ ഫോണിൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല. പക്ഷേ ഈ ഉമ്മത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോയത്? അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിന്റെ സ്നേഹം നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരൊറ്റ ഹദീസ്, നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്രാർത്ഥന കേട്ട സന്ദർഭത്തിൽ അതിൽ മതിമറന്ന് അതിന്റെ സന്തോഷം കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അതിയായി ആഗ്രഹിച്ചു. അവരുടെ ആ സന്തോഷം കണ്ട സന്ദർഭത്തിൽ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ ആയിഷ, നീ എന്തിനാണ് ഇത്രയേറെ സന്തോഷിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി നൽകിയ ആ ദുആയാണോ, ആ പ്രാർത്ഥനയാണോ നിന്നെ ഇത്രയേറെ സന്തോഷവതിയാക്കുന്നത്? അവർ പറഞ്ഞു, തീർച്ചയായിട്ടും അതെ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നാൽ ആയിഷ, നിനക്കറിയോ, ആ പ്രാർത്ഥന, അതേ പ്രാർത്ഥനയാണ് എന്റെ ഉമ്മത്തിന് വേണ്ടി ദിനേന ഞാൻ പലതവണയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിനക്ക് നൽകിയ അതേ പ്രാർത്ഥനയാണ് ഈ ഒരു ഉമ്മത്തിന് വേണ്ടി ദിനേന പലതവണയായിട്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സൂറത്ത് തൗബയുടെ അവസാന ഭാഗം 128-ാമത്തെ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ ഒരു ദൂതനെ ഞാൻ അയച്ചിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായിട്ടുള്ള ഒരു പ്രവാചകനെ, നിങ്ങളോട് ഏറ്റവും ദയാലുവായിട്ടുള്ള, നിങ്ങളോട് ഏറ്റവും കാരുണ്യമുള്ള ഒരു പ്രവാചകനെ ഇതാ നിങ്ങളിലേക്ക് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. റഹ്മത്തുൽ ആലമീനായിട്ടുള്ള ആ പ്രവാചകനെ നമുക്ക് നൽകിയതിനെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് പറയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ അതിനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് ഉമ്മത്തിനോടുള്ള ആ ഒരു കാരുണ്യം, ആ ഒരു സ്നേഹം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9ഓളം തവണ പോയി ആ 50 വക്ത് എന്നുള്ളത് 5 ഉമ്മത്തിന് ചുരുക്കി നൽകി എന്നുള്ള, അത് തീർച്ചയായിട്ടും എന്റെ ഉമ്മത്ത് നിർവഹിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം റസൂലിനുണ്ടായിരുന്നു. പക്ഷേ പല സന്ദർഭത്തിലും നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ടതാണ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ, നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ചുരുക്കി വാങ്ങിയ 5 വക്ത് പോലും നേരാവണ്ണം നിർവഹിക്കുന്നതിൽ പല ആളുകളും പരാജയപ്പെടുകയാണ്. നമസ്കാരം തീർച്ചയായിട്ടും അതിന്റെ സമയത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. അതിന്റെ പ്രാധാന്യമാണ് ഈ മിഅ്റാജ് യാത്രയിൽ പ്രധാനമായിട്ട് നമുക്ക് നൽകപ്പെടുന്നൊരു പാഠം. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ലഭിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും പിന്നീട് ഉള്ള യാത്ര തുടരുകയാണ്. ആ യാത്രാവേളയിൽ, തിരിച്ചുള്ള യാത്രാവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി അത്ഭുതപ്പെടുന്ന മറ്റുള്ള ചില കാഴ്ചകൾ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് പിന്നീട് അടുത്ത ഭാഗത്ത് നമുക്ക് അത് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിലനിർത്തുന്ന, അതായത് ജീവിതത്തിലുടനീളം ആ നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.